നമ്മുടെ പുതിയ ഒരു ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പു അങ്ങോട്ട് ഇനി എന്നാ അമ്പു ഒരു ഇൻട്രോ ഒക്കെ പറയുന്നേ? ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് നോക്കിയത് മൃദുല കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഈ മുടി എല്ലാം കൂടി വെച്ച് ഒരു റബ്ബർ ഇട്ട് വെക്കുക. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ഇതാ പരിപാടി. പെങ്കൊച്ചിനാണ് പറഞ്ഞാൽ എന്താ പറയാ, എന്താ ബുദ്ധിമുട്ട് എന്തുവാ? എന്തുവാ പ്രശ്നം? എന്തുവാ അച്ഛനും പറ, സംസാരിക്കണം, എല്ലാരും കേൾക്കട്ടെ. എന്തുവാ പരാതി? ആരടുത്ത് പരാതി പറയുന്നേ? ആ അമ്മച്ചി പാല് നില്ലേ? പിള്ളേർക്ക് എന്തുവായിരിക്കും ഈ പറയുന്ന ഇങ്ങനെ? ഗൂഗിൾ ഡിസൈഡ് ചെയ്യുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്ന ഒരു ചലഞ്ച് എടുത്തു. അപ്പൊ ഇന്നത്തെ ചലഞ്ച് പറഞ്ഞത് അമ്പൂട്ടൻ ഡിസൈഡ് ചെയ്യുന്ന ഫുഡ് മാത്രമേ നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകത്തുള്ളൂ. അതിനകത്ത് തന്നെ നല്ല ഫുഡും കാണും, നല്ല പണികൾ ഉള്ള ഫുഡും കാണും, വിയേർഡ് കോമ്പിനേഷൻ ഉള്ള എല്ലാവിധ ഫുഡുകളും കാണും. നല്ല ഫുഡ് കഴിക്കുന്ന സമയമുണ്ടോ? അതുപോലെ കഴിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. ഇത് വെച്ചടിച്ച നോവും ഇല്ലേ? അതായത് നോവെന്ന് കാണിച്ചു കൊടുത്തേ അവർക്ക്. അപ്പൊ അമ്പൂട്ടൻ ഇതിൽ നിന്ന് എടുക്കണം. ഓക്കെ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് റൗണ്ടോട്ട് പോകുന്നു. മൊത്തം എത്ര ഉണ്ട്? ഫസ്റ്റ് അമൃതയിലേക്ക് ആട്ടോ എടുക്കുന്നേ. എടുക്കുമ്പോ മൊത്തം തട്ടി കളഞ്ഞു. പോട്ടെ അമ്മയ്ക്കാ പണി മാത്രം എടുത്താൽ ഓറഞ്ച് പ്ലസ് ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം വിത്ത് ഓറഞ്ച്, നല്ല കോമ്പിനേഷൻ. അങ്ങനെ തേക്കാതെട്ടാ റിയൽ ബോൾസ് ചെയ്യാ. പിന്നെ പോടാ അവിടുന്ന്. പുളിയുണ്ടോ? എന്തുപറ്റി? കൊള്ളത്തില്ല, ഈ സാധനം കൊള്ളത്തില്ല. എവിടായിരുന്നു വാങ്ങിച്ചത്? അടുത്ത അമ്പൂട്ടൻ ഊഴം വന്നിരിക്കുന്നു. അമ്പൂട്ടാൻ ആദ്യത്തേത്. അച്ഛനാണ് അടുത്തത്. അല്ല, ഇതിൽ കൂടെ നമുക്ക് അച്ഛൻ്റെ അടുത്താണോ അമ്മയുടെ അടുത്താണോ സ്നേഹം നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. കളിക്കുക. ഇത് അച്ഛന് വേണ്ടി അവ എടുത്തതാ. അച്ഛൻ മോനാട്ടോ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അച്ഛൻ മോനാട്ടോ. എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. മനസ്സിലായില്ല. സലാഡ് പ്ലസ് ഹണി. സലാഡ് എന്ന് വെച്ചാൽ സലാഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവിടെ തൈര് സലാഡ് കേട്ടിട്ടില്ലേ? തൈര് സലാഡൊക്കെ അതിന്റെ അകത്ത് ഹണി ഒഴിക്കണം. എന്തൊരു പരിപാടി കാണിച്ചത് ഗൈസ്. നമ്മുടെ ഹണിയും കുറച്ച് ഒഴിക്കാൻ മുതലേ ഞാൻ മനസാക്ഷിയോട് കുറച്ച് ഒഴിച്ചോളും. മതി. അത് തോനെയായി. എന്റെ ഇഷ്ടമല്ലേ ഞാൻ എത്ര ഒഴിക്കും എന്നുള്ളത്. കുഴപ്പമില്ല, നാളെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇളകിയാലും കുഴപ്പമില്ല. തൈരും തേനും എന്ത് ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ. ബിയേഡ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്തൊരു കോമ്പിനേഷൻ ഉള്ള ഫുഡ് ആരെങ്കിലും എഴുതുന്നോടോ? പണി അറ്റത്തല്ലേ ഇടല്ലോ. നമുക്ക് രണ്ടൊക്കെ പണി തരുന്ന ഇവൻ എടുത്തുവിടും. നല്ല മുട്ട പണിയൊക്കെ എടുത്തുവിടമ്പൂ. നല്ല മുട്ട പണി. ഇതിലെ തത്തമ്മയെ കൊണ്ട് എടുത്തെടുത്ത് പിടിച്ച് ഇതെടുത്ത് ഇനി മൊത്തം പണിയാടി തരുന്നത്. ബ്രെഡും യോഗട്ടും. ബ്രെഡ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ലല്ലോ അതിന്. അറിയുന്നില്ല. അതാ പറഞ്ഞത്. അല്ല, ഇവൻ ചൂസ് ചെയ്യുന്ന മൊത്തം പണി. ഇതുവരെ ഒരു നല്ല ഫുഡ് കിട്ടിയില്ലല്ലോ. എനിക്ക് വരുന്നത് മാത്രം കൈ കൊണ്ട് എടുക്കുന്ന കേട്ടോ, ഫുള്ളായിട്ട്. അല്ല, അവൻ ഇതല്ലേ എടുത്തത്? എന്ത് പണി? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായി. രണ്ടുകൂടാ സൂക്കേട്. അച്ഛൻ രണ്ടുകൂടാ നീ മൊത്തം ചിരിക്കുന്നേ ഇങ്ങനെ. ഒരു മനസാക്ഷി കൊണ്ടേടാ. ഇതൊക്കെ എന്ത്? അത് എത്ര നല്ല ഫുഡ് ഉണ്ടെന്ന് അറിയാമോ ഇതിനകത്ത്. എടുക്ക്. നല്ല പഴം കേട്ടാ.
കളിയില് ഫൗള് കാണിച്ച എടുത്തു വെച്ച മണ്ടക്കറിയേ ഞാൻ മുക്കിയായിരുന്നു ആദ്യം. പണിഷ്മെന്റ് ഉണ്ടേ. അയ്യോ കൊതിയൻ ആദ്യമുണ്ട്. ഏട്ടന് ഒട്ടും തിന്നാൻ പറ്റാത്ത ഐറ്റമാണ്. ഇനി മുക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വീട്ടിലോട്ട് സ്നാക്സ് മാക്സിമം വാങ്ങത്തില്ല. ഫ്രൂട്ട്സ് വാങ്ങും. കാരണം എവള് കഴിച്ചാൽ കുഞ്ഞും ഹെൽത്തി ആയിട്ട് കഴിക്കട്ടെ. പക്ഷെ സ്നാക്സ് ഞാൻ ഒന്നും വാങ്ങത്തില്ല. ഇന്ന് ചിപ്സ് വാങ്ങിച്ചു. ഒറ്റ ഇരിപ്പിന് ഒരു പാക്കറ്റ് ചിപ്സ് ഒറ്റ തിന്നോളെ തിന്ന് തീർത്തില്ല. ഞാൻ അങ്ങനെ വഴക്ക് പറഞ്ഞു ഇന്ന് കാറിൽ മോന്തം വീർപ്പിച്ചിരുന്നു. ഞാൻ പറയും ഞാൻ ചിപ്സ് കഴിക്കും. അവളോടുള്ള കൺസേൺ കൊണ്ടാ കഴിക്കല്ലെന്ന് പറയണ. ഇനി ഇത് അങ്ങനെ കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് കൊതിക്കും വേണ്ടിയിട്ട് വല്ലപ്പോഴും കഴിയും. ഒന്നാമത് അവിടെ എനിക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യണം. ഞാൻ തിരുമ്പി വരും എന്നും പറഞ്ഞിട്ട് 1.5 ചാക്ക് ചിപ്സ് ഇരുന്ന് കഴിയും. ആലേട്ടൻ പറയുന്നത് എനിക്ക് 7ന്റെ പണി നടന്നു. അമ്മക്ക് ബിരിയാണി ഇടമ്പോ അതാണ് എടുക്കുന്നുള്ളതാണ്. മോമോസ് ഗായ്സ് ഇത് നമ്മുടെ വിജയം. മോമോസില് ടൈമുണ്ട്. അത് പറഞ്ഞില്ല. 10 സെക്കൻഡേ ഉള്ളു കേട്ടോ. 10 സെക്കൻഡിനുള്ളിൽ ഈ മോമോസ് കഴിക്കണം. 10 സെക്കൻഡ്. 10 സെക്കൻഡിനുള്ളിൽ മുതൽ എങ്ങനെ കഴിക്കാൻ നോക്കാം. റെഡി സ്റ്റാർട്ട്. സെക്കൻഡ് ഞാൻ എങ്ങനെ ഏട്ടാ ചലഞ്ച് തന്ന് ഞാൻ അടി ഒഴിവാക്കാതെ ചലഞ്ച് തന്നേ. 1 2 3 മതി. ജ്യൂസ് അച്ഛൻ ജ്യൂസ് അവ 2 എടുത്തു. പക്ഷെ ആദ്യം ഒന്നുകൂടെ എടുക്കട്ടെ. പ്ലം 5 സെക്കൻഡിൽ കഴിക്കണം. ആ പ്ലം ഒന്ന് കാണിച്ചു കൊടുത്തു. ആൾക്കാർ ചെറിയ പ്ലം കാണിച്ചു കൊടുത്താലും 5 സെക്കൻഡ് കഴിക്കാൻ പറ്റത്തില്ല. 5 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ തൊണ്ടേ കുരുങ്ങി. 10 സെക്കൻഡ് മതിയല്ലോ. അയലൊക്കെക്കാരൊക്കെ പറയണം. പിന്നെ ഒരു ഭയങ്കര മുതുക്ക് സൈസ് ഓറഞ്ചിനേക്കാൾ ഇത് മറ്റേ വെള്ളക്കട അത്ര ഉണ്ട്. നീ നിന്റെ വായിക്കാട്ട് തലയുടെ അത്ര ഉണ്ട്. നിന്റെ തലയുടെ അത്ര ഉണ്ട്. ഇവിടെ തേനൊക്കെ ഒലിപ്പിച്ചിരിക്കുന്നു. നമ്മള് കഴിക്കുന്നതിന് കൊതി വിടുവാ. ഓക്കെ ടൈം നോക്കട്ടെ. ഒരു മിനിമം ഒരു 30 സെക്കൻഡ് വേണം കഴിക്കാൻ. വെള്ളമൊക്കെ തേങ്ങയുടെ അത്രയുള്ള ഒരു പ്ലം എടുത്തിട്ട് പറയാ കഴിക്കാം 10 സെക്കൻഡ്. ഇതെന്തോ നല്ല ഫുഡ് ഒന്നും കൂടെ വരാത്തേ. ക്യാമ്പോ പിടിച്ചിട്ട് വിട്ടേട്ടോ. അമ്മ മോനല്ലേ? അല്ല ഇവിടെ കിടന്ന് വേറൊരെണ്ണ പിടിച്ചിട്ട് വിട്ടേ. ആപ്പിൾ പ്ലസ് ഗ്രീൻ ചില്ലി. അവനെ അപ്പൊ ഇതിൽ തൊട്ടാ ആപ്പിൾ പ്ലസ് ഗ്രീൻ ചില്ലി സോസ്. അത് ഒരു കടി കടിച്ചു എന്നാലും ആ ഗ്രീൻ ചില്ലി അങ്ങോട്ട് ഒരു കടി അല്ലാതെ കുഴപ്പമില്ല. അത് ഭയങ്കര ഒരു കടിയായി പോയല്ലോ കുട്ടി. സോസ് ഇഷ്ടമല്ല. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. വേണ്ട. എനിക്കറിയാം ഗ്രീൻ ചില്ലി സോസ് വാക്കിയുള്ള സാധനം. ഏറ്റവും വീഴാതായിരുന്നു. വാട്ടർമെലൺ. 30 സെക്കൻഡോ? 30 സെക്കൻഡിൽ വാട്ടർമെലൺ. റെഡി സ്റ്റാർട്ട്. പതിയെ തിന്നാതെ സമയമുണ്ട്. ഇറക്കണേ. എന്ത് പറഞ്ഞ അമ്മ മോനെന്തോ കിറ്റ്കാറ്റ് മയോ. അമ്മ മോനാണോ നീ?
നീ വീണ്ടും വീണ്ടും തെളിയിക്കുക. സങ്കടം വരുന്നു കേട്ടോ. മിണ്ടത്തില്ല നിന്റെ അടുത്ത് അമ്മ. ഇന്നാ പിടി കിറ്റ്കാറ്റ്, ഇന്നാ പിടി മയോണൈസ്. എനിക്ക് ഏറ്റവും ഇങ്ങനത്തെ ചോക്ലേറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കിറ്റ്കാറ്റാ. ഇന്നത്തോടെ അത് വെറുക്കും കേട്ടോ. ഇന്നത്തോട് ഞാൻ അത് വെറുക്കും. നല്ല കോമ്പിനേഷൻ അടി. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. ഇതൊക്കെ യുവർ ടേസ്റ്റ് ബഡ്സ്. അല്ലേ ടേസ്റ്റ് ബഡ്സ് എന്നല്ലേ പറയുന്നത്. സൈഡ് നീങ്ങൂ അമ്പു. ഡിങ്കിടി ഡിങ്കിടി ഡോങ് ഡിങ്കിടി ഡോങ്. ആ എടുത്ത് ബാക്കി ഗുവ ഗുവ ഗുവ. പേരയ്ക്ക ഗായ്സ്. താങ്ക് യു അമ്പു. 60 സെക്കൻഡ്. എനിക്ക് തോന്നി വേണ്ടാത്തോണ്ടാ ഇങ്ങനെ അടിക്കാൻ ഇങ്ങോട്ട്. പോരാ കടൽ കാറ്റിൻ നോണം. എന്തായാലും എന്നെ വെറുതെ വിടാൻ പോലില്ലല്ലോ. നമുക്ക് പണിയെടുക്കല്ലേ അമ്മോ. അമ്മ ബിരിയാണി ആയിട്ടിരിക്കണം. വേണം പോരണം. എട്രോ അവന് മനസ്സിലായോ? ഞാനെങ്ങനെ എടുത്തിട്ട് നീയൊക്കെ ഇങ്ങനെ തിന്നണ്ടോ? മാനത്ത് നോക്കിയിരിക്കുന്ന നീ. അമ്പു എട്രോ അമ്പു. മനസ്സിലായോ? ആ വലിച്ചളഞ്ഞായിരുന്നു. നീയൊക്കെ മാനത്തോട്ട് നോക്കിയിരിക്ക. അമ്പു എട്രാ. അമ്പു ഇടമ്പോ പ്ലീസ് പ്ലീസ്. അമ്പു ഓർമ്മ ഇടൂ പ്ലീസ്. അമ്പു പ്ലീസ്. അമ്പു പ്ലീസ്. അമ്മയുടെ കയ്യിലെടുത്തു. അമ്പു പ്ലീസ്. ഓർമ്മ പ്ലീസ്. താങ്ക് യു സോ മച്ച്. പണിയായിരിക്കും. അച്ചാറും പീനട്ട് ബട്ടറും. അമ്പു പിന്നെ നമ്മള് പാട്ട് പോട്ടെ. അച്ഛനും മോനും ഒന്നാണ്. അവൻ ചിരിക്കുന്നടാ. അവൻ എന്തൊക്കെയോ കാണിക്കുന്നടാ. അവൻ നിന്നെ ആസാക്കിയന്റെ. പീനട്ട് ബട്ടർ എടുത്തിട്ടേ ഇങ്ങോട്ട് നോക്കടാമ്പോ. അമ്മച്ചിന്റെ കഴിക്കുന്ന നോക്കടാമ്പോ. സോ ഹെൽത്തി ആൻഡ് ടേസ്റ്റി. നമ്മൾ രണ്ടും ഒന്നാണ്. അത് ഭയങ്കര വീടാട്ടോ. എന്റെ ടേസ്റ്റ് ബഡ് എന്നെ തെറി വിളിക്കുക. അതിന് മുന്നേ ഒരെണ്ണം കഴിച്ചത് ഞാൻ കിറ്റ്കാറ്റുമായി. മൊത്തം നീ ഞാൻ മൊത്തം കഴിച്ചത് വേസ്റ്റ് കഴിച്ചത് സ്വന്തമായിട്ട് അമ്മ. ഓക്കെ ഡൺ. രണ്ടെണ്ണം എടുത്ത് അതില് ഒരെണ്ണം. അയ്യോ ഓറഞ്ച് ജ്യൂസ് ഗൈസ്. ഓറഞ്ച് ജ്യൂസ് ഗൈസ്. 10 സെക്കൻഡ്. 10 സെക്കൻഡ് കൊണ്ട് ഓറഞ്ച് ജ്യൂസ്. അതൊക്കെ സിമ്പിൾ അല്ലേ? 10 സെക്കൻഡ് കൗണ്ട് ചെയ്യണോ? ഇത് 5 സെക്കൻഡ് മതിയായിരുന്നു. ചെറുക്കനെ വശീകരിച്ചെടുപ്പിക്കാനുള്ളവരുടെയാണ്. ഞാൻ അത് അവനെ കൊണ്ട് തൊടിക്കെടുക്കും. പക്ഷെ അതെല്ലാം കറക്റ്റ് എടുത്ത്. 60 സെക്കൻഡ്. ഒരു 10 സെക്കൻഡ് കൂടി തരൂ. ഇല്ല മയോ നിനക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തരാം. നേരത്തെ കഴിച്ചതിന്റെ കൂടെ കിറ്റ്കാറ്റിന്റെ കൂടെ തരാം. 1. അത് മിച്ചം വരുന്നത് കമ്പനിക്ക് സ്വന്തമാണ്. ആ ലെഗ് പീസ് ഉണ്ടായിരുന്നോ? അച്ഛൻ അതെടുത്ത് തന്നില്ല. അച്ഛനെ ഇല്ല സത്യം നോക്കില്ല. അമ്പൂട്ടൻ എടുക്കാത്തോണ്ട് നീ അടുത്തത്. മോളെ മോക്ക് പറഞ്ഞോടെ ഉണ്ടല്ലോ.
നമുക്ക് ഇതോടുകൂടി അവസാനം പള്ളി പോയി പറഞ്ഞു കേട്ടോ. ചിപ്സും തൈരും അയ്യോ ഞാൻ തന്നെ ഓർമ്മിപ്പിക്കണം അല്ലേ? ഒരു ചിപ്സ് വെച്ചിട്ടുണ്ടല്ലോ, വേറൊരു ചിപ്സ് എടുത്ത് തന്നെ മുകളിലോട്ട് ഇങ്ങനെ സാധിച്ചോ? ഇവനോട് കൂടെ രണ്ടെണ്ണം. ഇവനാ നമ്മളെ വഷളാക്കിയത്. അപ്പം അമ്പൂട്ടനെ ഞാൻ അടിക്കൂല, അമ്പൂട്ടന്റെ സ്വത്താ. കാരണം അമ്പൂട്ടനെ എനിക്ക് ഇന്ന് പണികൾ കുറച്ചെടുത്തു തന്നുള്ളൂ. പക്ഷെ എനിക്ക് പണികൾ തോന്നി തന്നാലും അവൻ എനിക്ക് ഫ്രൈഡ് ചിക്കൻ തന്നെ. എന്റെ പൊണ്ണു ഫ്രൈഡ് ചിക്കൻ എന്റെ മൂഡ് മാറി വിശക്കുന്ന അതുകൊണ്ടാണ്. സോ നമ്മുടെ ഈ ഒരു ചലഞ്ച് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണുന്നവരെ ബൈ.